OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരം ഒരു ബോക്സിനകത്താണ് OnePlusന്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് ഈ പുതിയ ഫോൺ ഏതാണെന്നും എന്താണ് ഫോണിൻ്റെ വിശേഷങ്ങളെന്നും ഒക്കെ നോക്കാം. ഇവിടെ OnePlusന്റെ ലോഗോ ഉള്ള ഒരു ബോക്സാണ് വന്നത്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ ആ സെൻറ്റർ ഭാഗം ഉയർന്നു വരുന്നത് നോക്കി അടിപൊളി. ഇനി ഇവിടെ ഇതൊരു ലെറ്ററാണ്. ഇത് മൊത്തത്തിൽ ഇന്ന് വായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റില്ല് ചെയ്തിട്ട് വായിക്കാം. ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. എനിവേ, വേറെ ഇവിടെ ഉള്ളത് OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ OnePlus 13S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇങ്ങോട്ട് വയ്ക്കാം. വേറെ ബോക്സിനകത്ത് വല്ലതും ഉണ്ടോ? ഓക്കെ, ആ മെക്കാനിസം കണ്ടില്ലേ, നമ്മൾ താക്കുമ്പോൾ കണ്ടില്ലേ ആ ബോക്സ് ഓപ്പൺ ആവുന്ന രീതി. ഓക്കെ, എനിവേ, വേറെ ഒന്നും ഇല്ലല്ലോ, പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് OnePlusന്റെ ഏറ്റവും പുതിയ OnePlus 13S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. വളരെ കോമ്പാക്റ്റ് ഗണത്തിൽപ്പെടുത്തിയാണ് OnePlus 13S പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാലും നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റിവ്യൂ യൂണിറ്റാണ്. നമുക്ക് കത്തിയുടെ ആവശ്യമില്ല. അത് ഇങ്ങനെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. OnePlus 13S, ഇവിടെ OnePlus 13S എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്നു. ഒരു കാര്യം ആദ്യം പറയട്ടെ, ഇന്ന് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ 13S എന്ന് എഴുതിയിട്ടുണ്ട്. നെവർ സെറ്റിൽ അത് കൊടുത്തിട്ടുണ്ട് ചുവപ്പ് ബോക്സിൽ. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ ഒരു ഗ്രീൻ കളറിലുള്ള ബാക്ക് കേസ്. നോക്കിയാൽ കേസിൻ്റെ സൈസിൽ നിന്ന് തന്നെ നമുക്ക് ഫോണിൻ്റെ സൈസ് നമുക്ക് മനസ്സിലാവും. വളരെ കോമ്പാക്റ്റ് സൈസാണ് കേസും. നല്ല രസമുണ്ട്. ഇവിടെയും നെവർ സെറ്റിൽ എഴുതിയ കേസാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ബോക്സിനകത്ത് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം പാക്കിംഗ്. ആ ഫോണൊക്കെ ഇരിക്കുന്ന പേപ്പറൊക്കെ തന്നെ കണ്ടാൽ തന്നെ നല്ല പ്രീമിയം പാക്കിംഗ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ്, ഭയങ്കര കോമ്പാക്റ്റ് ഫീലിംഗ്. ഓക്കെ, അതിലേക്ക് വരാം. വേറെ ബോക്സിനകത്ത് നോക്കി കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന രീതിയൊക്കെ, ആ സിമജിക് ട്രിപ്പിൻ്റെയൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ. സാധാരണ പേപ്പറിനകത്ത് കുത്തിയൊക്കെ വെച്ചാണ് മറ്റ് ബ്രാൻഡ് തരുന്നത്. ഇത് അതിന് തന്നെ ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിമജിക് പിന്നിനകത്ത് OnePlus ഫോണുകളിൽ എപ്പോഴും നമ്മൾ കാണുന്ന തരത്തിൽ ആ ഒരു സ്മൈലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ്ങിന് റെഡ് കേബിൾ ആണ്, പക്ഷേ C ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. C-C ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇനി നമ്മൾ ചാർജറിലേക്ക് വരുമ്പോൾ 80 വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പല ഫോണിൻ്റെയും ചാർജറിനകത്ത് ഇതുപോലെ വാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പണ്ട് അങ്ങനെയല്ല, നമ്മൾ കുഞ്ഞക്ഷരത്തിൽ ഈ സൈഡിലൊക്കെ എഴുതിക്കത്തേ ഉള്ളൂ. നമ്മളത് വായിച്ച് കണക്ക് കൂട്ടി ഗുണിച്ചൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് എത്ര വാട്ടുണ്ടെന്ന് എഴുതുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് ഫോണാണ്. അതിലേക്ക് വരാം. ദേ ഇരിക്കുന്നു നമ്മളുടെ OnePlus 13S. ആ എസ് ഞാൻ അൺബോക്സിങ്ങിൽ എസ് അല്ല പറഞ്ഞ 13S ആണ്. വളരെ കോമ്പാക്റ്റ്, സ്പെഷ്യൽ കളർ. ആ നമ്മൾ കേസിൽ കണ്ട കണക്കുള്ള സ്പെഷ്യൽ കളറാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഇന്ത്യ ഓൺലി കളറാണെന്ന് തോന്നുന്നു. ഓക്കെ, കുഞ്ഞൈറ്റം എന്ന് വെച്ചാൽ വളരെ കുഞ്ഞൈറ്റം, കോമ്പാക്റ്റ്. അപ്പോൾ ഇതാണ് OnePlus 13Sൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇന്ന് ജസ്റ്റ് ഫോൺ കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളിലിരിക്കുന്നത് കാര്യങ്ങളും എല്ലാം അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരും. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ഈ കാണുന്ന ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുമ്പം നിങ്ങൾക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.